ബിഗ് ബോസിൽ ചീത്തവിളി പേരുകെട്ട മത്സരാർത്ഥികൾ ആരൊക്കെ നമുക്ക് നോക്കാം. ബിഗ് ബോസ് കഴിഞ്ഞിട്ടും അതിൽ ഏറ്റവും കൂടുതൽ ചീത്ത വിളിച്ചതും ആയ മത്സരാർത്ഥികൾ ആരൊക്കെയാണ്, ബാഡ് വേർഡ് യൂസ് ചെയ്തവരും ഒക്കെ ആരൊക്കെ നോക്കാം. അതിൽ ഷാനവാസും വേറൊന്നല്ല, വീട്ടിലിരിക്കുന്നവരെയും അച്ഛനെയും അമ്മയും വിളിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് വന്നത്. വേറെ തെറികളൊന്നും അദ്ദേഹം പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്നാലും വീട്ടിൽ ഇരിക്കുന്നവരെ വലിച്ചിഴിക്കേണ്ട ആവശ്യമില്ല എന്ന് വെച്ചാൽ അച്ഛനും അമ്മയ്ക്കും പറയേണ്ട ആവശ്യമില്ല. അത് ഒരു ശരിയായ നടപടിയല്ല. അദ്ദേഹം നല്ലൊരു മത്സരാർത്ഥിയാണ്, നല്ലൊരു മനുഷ്യനാണ്, ഓക്കെ. പക്ഷേ ഈ ചീത്ത പറഞ്ഞവരുടെ കൂട്ടത്തിൽ ഷാനവാസമുണ്ട്. ഇല്ലെങ്കിൽ പല ആളുകളും നിങ്ങൾ എന്തുകൊണ്ട് ഷാനവാസിൻ്റെ പേര് പറഞ്ഞു, അതുകൊണ്ട് പറഞ്ഞാണ്. പിന്നെ ഉള്ളത് അക്ബറാണ്. അക്ബറും അതെ, വായി തോന്നുന്നത് വിളിച്ചു പറയുക, നല്ല ചീത്ത വിളിക്കുക, ഇതെല്ലാം അക്ബർ അവിടെ ചെന്നിട്ടില്ല. കൂടുതലും ലേഡീസിന്, ലക്ഷ്മീനെ ഈ മസ്താനിനെയൊക്കെ അക്ബർ ചീത്ത വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രേണു സുധീനെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിക്കുകയും ഭയങ്കരമായിട്ട് ആൾക്കാരൊക്കെ വീട്ടിലിരിക്കുന്നവരെ അപ്പനെ അമ്മയൊക്കെ വിളിക്കുന്നുണ്ട്. അതൊക്കെ മത്സരാർത്ഥികളാണ് അക്ബർ. പിന്നെ ഉള്ളത് അപ്പാനി ശരത്താണ്. നല്ല ചീത്ത, അവിടെയുള്ള എല്ലാം മിക്കവരെയും നല്ല ചീത്ത വിളിച്ചിട്ടുണ്ട്. അത് നല്ല വായി തോന്നാത്ത ഇതാണ്. പെണ്ണെന്നോ ആണെന്നൊന്നും ഇല്ലാതെ അനുമോളെ വിളിച്ചിട്ടുണ്ട്, മസ്താനിയെ വിളിച്ചിട്ടുണ്ട്, ലക്ഷ്മിയെ വിളിച്ചിട്ടുണ്ട്. ഈ 3 പേരെ നല്ല രീതി നന്നായിട്ട് ചീത്ത വിളിച്ചിട്ടുണ്ട് അക്ബർ. നമ്മുടെ അപ്പാനി ശരത്ത്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം പുറത്തായത്. എന്നാലും ബിഗ് ബോസ് ഹൗസിൽ ചീത്ത വിളിച്ച മത്സരാർത്ഥികൾ ഈ 3 പേരാണ്. ബാക്കി ഉണ്ടായിരിക്കും, പക്ഷെ നമ്മൾ കേട്ടതും കണ്ടതുമായി ഏറ്റവും കൂടുതൽ വിളിച്ചത് ഈ 3 പേരാണ്. 3 പേരെന്ന് പറഞ്ഞാൽ ഷാനവാസ് അവിടെ നിൽക്കട്ടെ, പക്ഷേ ഈ അക്ബറും ഈ അപ്പാനി ശരത്തും ഇവർ തമ്മിലുള്ള കോംബായിരുന്നു, ഗ്രൂപ്പായിരുന്നു. ഇവരുടെ ഗ്രൂപ്പിൽ പല ആളുകളും ഉണ്ടായിരുന്നു. ഇവരുടെ എതിർ ഗ്രൂപ്പിലുള്ളവരെയായിരുന്നു ഇവർ പ്രൊവോക്ക് ചെയ്യും, അറ്റാക്ക് ചെയ്യും, കൂടുതൽ ചീത്ത വിളിക്കുകയൊക്കെ ചെയ്തത്. ഒരു ലേഡീസിനെ പോലും ഇത് വെക്കാതെ, ഒരു ലേഡിയാണെന്ന് പോലും ഇത് വെക്കാതെ അപ്പാനി പലപ്പോഴും, പിന്നെ ആദിലെ അപ്പാനി തെറി വിളിച്ചിട്ടുണ്ട്. പിന്നെ ആരോടും ഞാൻ തെറി വിളിക്കാറെന്ന് വെച്ചാൽ അനുമോളെ തെറി വിളിച്ചിട്ടുണ്ട്. നല്ല പച്ച തെറിയാണ് വിളിക്കുന്നത്. പിന്നെ മസ്താനി, പിന്നെ ലക്ഷ്മി, ഇവരെയൊക്കെ നല്ല ചീത്ത അപ്പാനി വിളിച്ചിട്ടുണ്ട്. ചീത്ത വിളിക്കുന്ന പറഞ്ഞാൽ നല്ല വായിക്കൊള്ളാത്ത നല്ല വാക്കുകൾ കൊണ്ട് നല്ലപോലെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായ വീഡിയോയിലേക്ക് ഷെയർ ചെയ്താൽ സബ്സ്ക്രൈബ്.